ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ആലോചന പ്രാർത്ഥനയോടെ നമുക്ക് ചിന്തിക്കാം. 138 സങ്കീർത്തനം 8 വാക്യത്തിൽ, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും, യഹോവേ നിൻ്റെ ദയ എന്നേക്കുമുള്ളത്, തൃക്കൈയുള്ള പ്രവൃത്തിയെ ഉപേക്ഷിക്കരുത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. മറ്റൊരു പരിഭാഷയിൽ ഈ വചനം ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: യഹോവ എന്നെക്കുറിച്ചുള്ള തൻ്റെ ലക്ഷ്യം പൂർണ്ണമാക്കും, യഹോവേ നിൻ്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു, തൃക്കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കരുത്. ദൈവത്തിന് നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ഒരു ലക്ഷ്യമുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. ദൈവം നമ്മെക്കുറിച്ച് എന്താണോ ആഗ്രഹിക്കുന്നത് അത് ദൈവം നമ്മിലൂടെ ചെയ്തിരിക്കും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം നമ്മെ ഈ പ്രഭാതത്തിൽ ഓർപ്പിക്കുന്നത്: എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ലക്ഷ്യം ദൈവം പൂർണ്ണമാക്കും, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. തീർച്ചയായിട്ടും മനുഷ്യൻ ആരംഭിച്ച പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ കഴിയാത്തവനാണ്. സാഹചര്യങ്ങൾ നിമിത്തമാകാം, ആരോഗ്യപ്രശ്നങ്ങൾ നിമിത്തമാകാം, മറ്റു പല കാരണങ്ങൾ കൊണ്ടും അവൻ ആരംഭിച്ച പല കാര്യങ്ങളും, പല പ്രവൃത്തികളും, പല പദ്ധതികളും പൂർത്തീകരിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. ആരംഭിച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാതെ പോയാൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് തിരുവെഴുത്തിൽ നാം കാണുന്നുണ്ട്. ഒരു മനുഷ്യൻ ഒരു ഗോപുരം പണിയുവാൻ ആരംഭിച്ചു. പക്ഷേ തനിക്ക് പണി പൂർത്തിയാക്കുവാൻ കഴിയാതെ വന്നാൽ ആളുകൾ അദ്ദേഹത്തെ പരിഹസിക്കും എന്നാണ് ശിഷ്യത്വത്തെക്കുറിച്ച് കർത്താവ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തതായ ഒരു പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ആരംഭിച്ച പ്രവൃത്തി പൂർത്തിയാക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ കാണുന്നവരും അറിയുന്നവരും ഒക്കെ പരിഹസിപ്പാൻ ഇടയാകും. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഫിലിപ്പിയ ലേഖനത്തിൽ പൗലൂസിൻ്റെ ഭാഷയിൽ, നമ്മിൽ ആരംഭിച്ച പ്രവൃത്തി യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും എന്നുള്ള ദൈവവചന പ്രകാരം ദൈവത്തിന് നമ്മെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ചും ഓരോ ഇഷ്ടമുണ്ട്, ഓരോ പദ്ധതിയുണ്ട്, ഓരോ ലക്ഷ്യമുണ്ട്. അത് എല്ലാവരിലും വ്യത്യസ്തമാണ്. ഒരാളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെയല്ല ദൈവം മറ്റൊരാളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് നാം എപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ദൈവ ഇഷ്ടം തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ എന്തിനു വേണ്ടി ഈ ഭൂമിയിലായിരിക്കുന്നു? ഞാൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു? ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ ദൈവം എന്നെ ആക്കി വച്ചിരിക്കുന്നത്? അപകടങ്ങളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന്, മാരക രോഗങ്ങളിൽ നിന്ന് എന്നെ വിടുവിച്ച് എനിക്ക് ആയുസ്സും ആരോഗ്യവും സുഖവും ബലവും നന്മകളും തന്ന് എന്നെ വീണ്ടെടുത്ത് കർത്താവ് എന്തിനാണ് എന്നെ ഭൂമിയിൽ ആക്കി വച്ചിരിക്കുന്നത് എന്ന് ഒരിക്കലെങ്കിലും ദൈവത്തോട് നാം ചോദിച്ചിട്ടുണ്ടോ? ദൈവം തരുന്ന നന്മകൾ കൈനീട്ടി വാങ്ങിച്ച് അതനുഭവിച്ച് നാം ഓരോരുത്തരും കഴിയുകയാണ്. എന്നാൽ ദൈവം പറയുന്നു, എന്നെക്കുറിച്ചുള്ള തൻ്റെ ലക്ഷ്യം ദൈവം പൂർണ്ണമാക്കും. ദാവീദ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരു ലക്ഷ്യമുണ്ട്. ഞാൻ ആടിനെ മേയിച്ചുകൊണ്ട് നടന്ന ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ ദൈവം എന്നെ തിരഞ്ഞെടുത്തു. എന്നെ ദൈവം തൻ്റെ ആത്മാവിൽ നിറച്ചു. എന്നെ ദൈവം ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊണ്ട് നടന്ന ആ സ്ഥാനത്ത് നിന്ന് വിടുവിച്ചത് എന്നെക്കുറിച്ച് ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലെത്തുവാൻ കഴിയാത്ത നിലയിൽ പലവിധമായ എതിരുകൾ ഇന്ന് എനിക്കുണ്ട്, ശത്രുക്കളുണ്ട്, പ്രതിബന്ധങ്ങളുണ്ട്, കുടുംബ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ദാവീദിൻ്റെ വെളിപ്പാടും ദാവീദിൻ്റെ ദീർഘവീക്ഷണവും ദാവീദിൻ്റെ വിശ്വാസവും ദാവീദിൻ്റെ പ്രത്യാശയും യഹോവ എന്നെക്കുറിച്ചുള്ള തൻ്റെ ലക്ഷ്യം പൂർണ്ണമാക്കും എന്നുള്ളത് തന്നെയാണ്. ശൗൽ അതിനൊരു തടസ്സമല്ല. ഭാര്യയുടെ വാക്കുകൾ ആ കാര്യത്തിൽ, ആ ലക്ഷ്യത്തിലെത്തുവാൻ എന്നെ തടസ്സപ്പെടുത്തുകയില്ല. താൻ അകത്തും പുറത്തും അനുഭവിക്കുന്ന യാതൊന്നിനും എന്നെക്കുറിച്ച് ദൈവത്തിന് ഉള്ള പദ്ധതി നിറവേറുന്നതിന് തടസ്സമല്ല എന്നാണ് ദാവീദ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പൗലൂസിനെക്കുറിച്ചും പത്രോസിനെക്കുറിച്ചും ഒക്കെ ദൈവത്തിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിൽ ദൈവം അവരെ എത്തിച്ചു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത. പ്രിയരെ, നമ്മെക്കുറിച്ച് ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് നാം എത്തപ്പെടാതിരിക്കുവാൻ പല വിധത്തിൽ ഉള്ള പ്രതിസന്ധികൾ നാം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് ദൈവം എത്തിക്കും എന്നുള്ള ഉറപ്പും ധൈര്യവും ഇന്ന് പകൽ നമുക്ക് വളരെ
അത്യാവശ്യം ആയിരിക്കുന്നു. നമ്മിൽ പലരും മടുത്തും ക്ഷീണിച്ചും തളർന്നും തകർന്നു പോയിരിക്കുന്നവരാണ്. എന്നിൽ ദൈവം ആരംഭിച്ച പ്രവൃത്തി എനിക്ക് പൂർത്തീകരിക്കുവാൻ പറ്റുമോ? അത് തേച്ചെടുക്കുവാൻ പറ്റുമോ? പല പ്രതികൂല സാഹചര്യങ്ങളാണല്ലോ ഇന്നെനിക്ക് വന്ന് ഭവിക്കുന്നത് എന്നൊക്കെയുള്ള ചിന്ത നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടാവും, പുറകോട്ട് വലിക്കുന്നുണ്ടാവും. എന്നാൽ ഇന്നത്തെ വചനം ദൈവം നമുക്ക് നൽകുന്നതാണ്. ദൈവം എന്നെക്കുറിച്ചുള്ള തൻ്റെ ലക്ഷ്യം പൂർണ്ണമാക്കും. യഹോവേ, നിൻ്റെ ദയ എന്നേക്കും ഉള്ളതാകുന്നു. തൃക്കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കരുത്. ദൈവം എന്നിൽ ആരംഭിച്ച പ്രവൃത്തി, ആ തൃക്കൈകളുടെ പ്രവൃത്തി, അത് ദൈവമേ ഉപേക്ഷിക്കരുത് എന്നൊരാവശ്യം സങ്കീർത്തനക്കാരൻ ഇവിടെ ദൈവത്തോട് ആവശ്യപ്പെടുകയാണ്. എന്നിൽ തൃക്കൈ കൊണ്ട് ആരംഭിച്ച പ്രവൃത്തി പൂർത്തീകരിക്കപ്പെടട്ടെ. യഹോവ എനിക്ക് സമാപ്തി വരുത്തട്ടെ. എൻ്റെ ദർശനം അതിൻ്റെ സമാപ്തിയിലേക്ക് എത്തട്ടെ. ഹബക്കൂക്കിൻ്റെ പ്രവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു, ദർശനത്തിന് ദൈവം ഒരു അവധി വച്ചിരിക്കുന്നു. അതതിൻ്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടും. അത് വരും, അതിനായി കാത്തിരിക്കുക, അത് താമസിക്കയില്ല എന്നുള്ള ഉത്സാഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ഏറ്റെടുക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളിൽ അവിടുന്ന് ആരംഭിച്ച ഞങ്ങളെക്കുറിച്ചുള്ള അവിടുത്തെ ഉദ്ദേശ്യം, ലക്ഷ്യം അങ്ങ് പൂർണ്ണമാക്കും. അതിന് തടസ്സങ്ങൾ, പ്രതിസന്ധികൾ, ശത്രുക്കൾ എത്ര വലിയ ശക്തിയോടെ പ്രവർത്തിച്ചാലും ദൈവം അത് പൂർണ്ണമാക്കുമെന്നുള്ള ഉറപ്പോടെ ജീവിപ്പാൻ എല്ലാവർക്കും കൃപ നൽകണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. യേശുവേ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവേ നോക്കി ജീവിപ്പാൻ, ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശു